മഹർഷി കൈലാസത്തിലെത്തി. നാരദമുനി കയ്യിലുണ്ടായിരുന്ന വിജ്ഞാനത്തിന്റെ ഫലമായ ജ്ഞാനപ്പഴം ശിവഭഗവാന് സമ്മാനിച്ചു. ഭഗവാൻ അത് തന്റെ പുത്രന്മാരായ ഗണപതിക്കും സുബ്രഹ്മണ്യനും തുല്യമായി പങ്കുവയ്ക്കാൻ തുനിഞ്ഞു. എന്നാൽ നാരദ മഹർഷി അത് തടഞ്ഞു. ആയതിനാൽ ഈ പഴം ആര് സ്വന്തമാക്കണമെന്ന് തീരുമാനിക്കാനായി ഭഗവാൻ ഒരു മത്സരം നിശ്ചയിച്ചു. ലോകത്തെ 3 തവണ പ്രദക്ഷിണം ചെയ്ത് ആദ്യമെത്തുന്നത് ആരാണോ ആ പുത്രന് ഈ ഫലം നൽകും എന്ന് മഹാദേവൻ അറിയിച്ചു. ഇത് കേട്ട ഉടൻ സുബ്രഹ്മണ്യൻ തന്റെ വാഹനമായ മയിലിന്റെ പുറത്തേറി സഞ്ചാരം ആരംഭിച്ചു. എന്നാൽ ഗണപതി ശിവപാർവതിമാർക്ക് ചുറ്റും 3 പ്രദക്ഷിണം വച്ച ശേഷം എന്റെ മാതാപിതാക്കൾ എനിക്ക് പ്രപഞ്ചത്തിന് തുല്യരാണെന്നും ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവും പ്രകൃതിയുമായ സാക്ഷാൽ ശ്രീ മഹാദേവനെയും പാർവതി ദേവിയെയും വലം വയ്ക്കുന്നത് ലോകം ചുറ്റുന്നത് പോലെ തന്നെയാണെന്നും പറഞ്ഞു. തന്റെ പുത്രന്റെ ബുദ്ധി സാമർഥ്യത്തിലും ഭക്തിയിലും സന്തുഷ്ടനായ മഹാദേവൻ ജ്ഞാനപ്പഴം ഗണപതിക്ക് നൽകി. കാർത്തികേയൻ തിരികെ എത്തിയപ്പോൾ ഇത് കണ്ട് കുപിതനായി. താൻ വഞ്ചിക്കപ്പെട്ടു എന്നാരോപിച്ച് കൈലാസം ഉപേക്ഷിക്കാൻ തയ്യാറായി. അപ്രകാരം പിണങ്ങിയിറങ്ങിയ സുബ്രഹ്മണ്യൻ പഴനിയിലെത്തി. കാർത്തികേയനെ സമാധാനിപ്പിച്ച് തിരികെ കൊണ്ടുപോകാനെത്തിയ ശിവപാർവതിമാർ മുരുകനോട് ജ്ഞാനപ്പഴം നീ തന്നെ
சொல்லே வேத வாக்கு அஞ்சம் தவிருமா பழனி முருக பார்க்க வரவே பழைய எடுத்தோம் எட்டு திக்கம் முருக ஆட்சி தமிழ் பெருமையே சுவாமி மலையனே வேலேந்தி வா தணிகை வேலவா குறைகள் தீர்க்கவா குறைகள் தீர்க்கவா ஓம் சரவண பவ ஓம் சரவண பவ அண்டர்பதி குடியேற மண்ட சுரர் உருமாற அண்டர் மணமகிழ் மீற வருளாலே அந்தரியுடனோடு சங்கரனு மகிழ் கூற ஐங்கரனு உமையாளு மகிழ்வாக மண்டலமும் முனிவோரு மெண்டிசையிலுள வேறு மஞ்சினனு மயனாரும் எதிர்காண மங்கையுடன் அரிதானும் இன்பமுற மகிழ் கூற மைந்து மயிலுடன் ஆடி வரவேணும் புண்டரிக விழியாள அண்டர் மகள் மணவாள புந்தி நிறையறிவாள உயர் தோளா பொங்கு கடலுடனாகம் விண்டு வரைகள் சாடு பொன் பரவு கதிர் வீசு வடிவேலா தண்டரளமணி மார்ப செம்பொன்னிழில் சிறிரூப தண்டமிழின் மிகுநேய முருகேசா சந்ததமும் அடியார்கள் சிந்தையது குடியான தன் சிறுவை தனில் மேவு